ഒരു ഗ്യാസ് കണക്ഷൻ അപാരതയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ബാംഗ്ലൂരിൽ ജീവിക്കുന്നവർക്ക് ഭൂരിഭാഗം പേർക്ക് ഇങ്ങനെയായിരിക്കും ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വീട് പണിയുമ്പോൾ ഇപ്പം ഗ്യാസിൻ്റെ സ്റ്റോറേജ് അടുക്കളയിൽ വെക്കാനുള്ള സൗകര്യം ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അവർ പകരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എയർ സർക്കുലേഷൻ ഉള്ള ഏരിയ ഒന്നും ഇല്ലെങ്കിൽ കാർ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ ഇതുപോലെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യാണ് പതിവ്. എന്നിട്ട് ആ സിലിണ്ടറിനകത്ത് നിന്ന് തന്നെ ഒരു ട്യൂബ് വഴി കണക്ഷൻ പോയിട്ട് നമ്മുടെ കിച്ചണിലേക്ക് അടുത്ത് കണക്ഷൻ വരും. പിന്നെ നമ്മൾ അതെടുത്ത് ട്യൂബ് വഴി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനകത്തോട്ട് അടുപ്പിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചൺ ആവശ്യങ്ങൾക്കൊക്കെ നടക്കും. ബാംഗ്ലൂരിലെ ഭൂരിഭാഗം വീടുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. പുതുതായിട്ട് പണിയുന്ന വീടുകളിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പല വീടുകളും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുരക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഒരു അത്യാഹിതമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ അതിലെ ആളപായങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗ്യാസിന്റെ സ്പേസ് ഇവിടെയാണ് പാർക്കിങ്ങിലാണ് അവർ അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അവരത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് ഇട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യാന്നേ ഉള്ളൂ. കാര്യം ഇവിടെ സിലിണ്ടർ മോഷണമൊക്കെ നടക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാസും സേഫ് ആണ്. ആരും ഇത് പൊക്കിക്കൊണ്ടും പോകത്തില്ല. പിന്നെ വീട്ടിലെ സുരക്ഷയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഗ്യാസ് വഴി കണക്ഷൻ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇത് പുതുതായിട്ട് പണിയുന്ന ഫ്ലാറ്റുകൾക്കൊക്കെ ഈ ഒരു പരിപാടിയാണ് സാധാരണ ആൾക്കാർ ഇവിടെ ചെയ്തതായിട്ട് കാണുന്നത്. അത് ഇവിടുത്തെ നിയമമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഓരോ ഫ്ലാറ്റിലും വേണ്ട അവരിത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. നമ്പരൊക്കെ വഴി ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലോട്ടുള്ള കണക്ഷൻ ഏതാണെന്നുള്ളത്. എല്ലാം ഒരു നമ്പർ അവരവരുടെ ഫ്ലാറ്റ് നമ്പർ വെച്ചിട്ട് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെ വീടുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. നോക്കിയേ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അപ്പുറവും ഇപ്പുറമൊക്കെയുള്ള വീടുകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. അതല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ വീടുകൾ തമ്മിലുള്ള സ്പേസ് കണ്ടോ ഇത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഇത് എത്ര തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന്. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് ഒരു തീപിടുത്തമോ ഒരു പ്രശ്നമോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. നമ്മുടെയൊക്കെ നാട്ടിലൊരു വീട് പണിഞ്ഞിട്ട് 2 വീടുകൾ തമ്മിലുള്ള ഇത്രയ്ക്കും ദൂരം വേണം, അതിൽ നിന്നും ഇത്രയും ദൂരം വേണം, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്നും മെട്രോ സിറ്റി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരിക്കാം. അതൊക്കെ ഈ വീടുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് ഒരുപാട് ഇത് തമ്മിൽ ഇഞ്ചുകളുടെ വ്യത്യാസമേ ഉള്ളെന്നുള്ളതാണ് 2 വീടുകൾ തമ്മിൽ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെയൊക്കെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ സ്പേസിൽ ഏറ്റവും കൂടുതൽ വീടുകൾ പണിയുക എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ പണിത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് 2 വീടുകൾ തമ്മിലുള്ള സ്പേസ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഇടതുവശത്തെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എന്ത് തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ടോ, വ്യത്യാസം കണ്ടോ, ഇഞ്ചുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ. പിന്നെ വേറൊരു വീടിന്റെ ഇതാണ്. അത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. കാര്യം ഈ അടുത്ത മതിലിൽ നിന്നാണ് ഈ ഒരു മതിൽ തീരുമ്പോൾ അവിടെ നിന്ന് അടുത്ത മതിൽ തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗ്യാസ് കാണിക്കാൻ വേണ്ടി കാണിച്ച വീഡിയോ ആണ്. ഇതിന്റെ സുരക്ഷ കരുതിയാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.